ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വെടിനിർത്തൽ കരാർ അനുസരിച്ചിട്ടുള്ള ബന്ദികളുടെ മോചനം തുടരും എന്നാണ് ഹമാസ് പറഞ്ഞത്. അതായത് ട്രംപിന്റെ നരക ഭീഷണി ഏറ്റു എന്ന് സാരം. കരാർ ലംഘിച്ചാൽ ഗാസ ഇസ്രായേൽ ചെയ്തതുപോലെ ആയിരിക്കില്ല ട്രംപിന്റെ നേതൃത്വത്തിൽ ഇനിയുള്ള അവസ്ഥ എന്നത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. നരകം എന്താണ് എന്ന് ഗാസയിൽ ഞങ്ങൾ കാണിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. അതേറ്റു. അതുകൊണ്ട് ഇനിയും കരാർ അനുസരിച്ച് കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കാനാണ് തങ്ങളുടെ തീരുമാനം എന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. ഇതോടെ 42 ദിവസത്തെ വെടിനിർത്തൽ കരാർ പൊളിയും എന്ന ആശങ്കയ്ക്ക് തിരശ്ശീല വീണിരിക്കുന്നു. കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നു എന്നും യുദ്ധത്തിൽ തകർന്ന ഗാസയ്ക്കുള്ള സഹായം തടയുന്നു എന്നും ആരോപിച്ചിട്ടായിരുന്നു ഹമാസ് ബന്ദികളുടെ മോചനം വൈകിപ്പിക്കും എന്ന നിലപാടിൽ ഉറച്ചു നിന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഖത്തറിലും ഈജിപ്തിലും നടന്ന മധ്യസ്ഥ ചർച്ചകളിൽ സമവായ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. മോചിപ്പിക്കുന്ന ബന്ദികളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ഇസ്രായേലും പൂർത്തിയാക്കി കഴിഞ്ഞു. കരാറിലെ വ്യവസ്ഥ പ്രകാരം ആനുപാതികമായി പലസ്തീൻ തടവുകാരെയും ശനിയാഴ്ച മോചിപ്പിക്കും. കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇസ്രായേൽ തുടങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉന്നതതല കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. പക്ഷേ വെടിനിർത്തൽ കരാറിന് പുറമേയുള്ള ബന്ദികളുടെ മോചനത്തിന് ഹമാസ് തയ്യാറായേക്കില്ല എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിനിടയിൽ ഗാസയിൽ വീണ്ടും 2 വിഭാഗങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായെന്നും റിപ്പോർട്ടുകൾ തുടരുന്നുണ്ട്. ഹമാസ് റോക്കറ്റ് ആക്രമണത്തിൽ ഒരു പലസ്തീൻ ബാലൻ കൊല്ലപ്പെട്ടതായും ഇസ്രായേലി സേന തിരിച്ചടിച്ചു എന്നുമാണ് ഇസ്രായേൽ നൽകുന്ന വിശദീകരണം. എന്നാൽ ജനവാസ കേന്ദ്രത്തിൽ നിന്നും സുരക്ഷിത മേഖലയിലേക്ക് മാറിയ ഇസ്രായേൽ സേനയുടെ റോക്കറ്റാണ് പൊട്ടിത്തെറിച്ചത് എന്ന് ഹമാസ് ആരോപിക്കുന്നുണ്ട്. ഇതേസമയം ബന്ദികളെ വിട്ടു നൽകില്ല എന്ന നിലപാടിൽ നിന്നും ഹമാസ് പിന്മാറാൻ കാരണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയാണ് എന്ന് അമേരിക്കൻ പ്രതിനിധി ആദം ബോലർ പറഞ്ഞു. ഇനിയും 7 അമേരിക്കൻ പൗരന്മാരെ കൂടി ഹമാസ് തടങ്കലിലുണ്ട്. ഇവരെ കൂടി മോചിപ്പിക്കേണ്ടതുണ്ടെന്നും ആദം വിശദീകരിച്ചു. മുഴുവൻ ബന്ദികളെയും ശനിയാഴ്ചയ്ക്ക് മുമ്പ് വിട്ടയച്ചിട്ടില്ലെങ്കിൽ ഗാസയെ നരകത്തീയിൽ ചുട്ടരിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ബന്ദികളെ വിട്ടയച്ചിട്ടില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കും എന്ന് ഇസ്രായേലും നിലപാടെടുത്തിരുന്നു. 15 മാസത്തോളം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷമാണ് ജനുവരി 19-ാം തീയതി 42 ദിവസത്തെ 1-ാം ഘട്ട വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. ഇതനുസരിച്ച് ബന്ദികളുടെ മോചനം നടന്നു വരികയാണ്. ഇതിനിടയിലെ കരാറിലെ വ്യവസ്ഥകൾ ഇസ്രായേൽ നിരന്തരമായി ലംഘിക്കുന്നു എന്ന് ആരോപിച്ചിട്ടാണ് ബന്ദികളുടെ മോചനം വൈകിപ്പിക്കുന്നു എന്ന ഹമാസിന്റെ അപ്രതീക്ഷിതമായ പ്രഖ്യാപനം തിങ്കളാഴ്ച പുറത്തു വന്നത്. ഇത് സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുമെന്ന ആശങ്കയിലായിരുന്നു ലോകം. എന്നാൽ കരാറിലെ വ്യവസ്ഥകളെ മാനിക്കുന്നു എന്നും ബന്ദികളുടെ മോചനം കരാർ പ്രകാരം തുടരുമെന്നും കഴിഞ്ഞ ദിവസം ഹമാസ് തന്നെ നിലപാട് മാറ്റി പറഞ്ഞു. കരാറിൽ നിന്ന് പിന്മാറാനും യുദ്ധം പുനരാരംഭിക്കാനും ഹമാസിനും താല്പര്യമില്ല എന്നതിന്റെ സൂചനയാണ് നിലപാടിലെ മാറ്റം എന്ന് രാഷ്ട്രീയ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഹമാസ് കരാറിൽ നിന്നും പിന്നോട്ട് പോകുമെന്നും ഇസ്രായേലും കരുതുന്നില്ല. എന്നാൽ ഗാസ പുനർനിർമ്മാണത്തിനുള്ള ആധുനിക യന്ത്രങ്ങൾ ഗാസയിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകിയതിനെ തുടർന്നാണ് ഹമാസ് നിലപാട് മാറ്റിയത് എന്ന് ഈജിപ്ഷ്യൻ സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നു. വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോകണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇസ്രായേലും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ഗാസ മുതൽ ഉക്രൈൻ വരെയുള്ള സമാധാന ചർച്ചകൾ ശക്തമാകുകയാണ്. അതേസമയം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അമേരിക്കൻ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. ഗാസ വെടിനിർത്തലിന് ശേഷം ഈ വർഷം ഇറാനിൽ സൈനിക നടപടികൾക്ക് ഇസ്രായേൽ പദ്ധതി ഇടുന്നതായിട്ടാണ് റിപ്പോർട്ട്. മിഡിൽ ഈസ്റ്റ് മുഴുവൻ നശിപ്പിക്കപ്പെടാൻ കരുത്തുള്ള സൈനിക നീക്കങ്ങളാകും ഇസ്രായേൽ ലക്ഷ്യമിടുക. ഈ വർഷം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ പ്രത്യേക സൈനിക നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഇസ്രായേൽ പരിഗണിക്കുന്നതായി US രഹസ്യാന്വേഷണ ഏജൻസികൾ ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ അവസാന ദിവസങ്ങളിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ആക്രമണത്തിലൂടെ ഇസ്രായേൽ ഇതിനോടകം തന്നെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങളെയും ഹിസ്ബുള്ള, ഹമാസ് ഉൾപ്പെടെയുള്ള നിയുക്ത സേനകളെയും ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഇറാന്റെ 1-ലധികം ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുമെന്നും അവയിൽ ചിലത് ഭൂഗർഭ ബങ്കറുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും ഇറാന്റെ പുനർനിർമ്മാണം വേഗത്തിൽ നടക്കുന്നത് തടയാൻ പാകത്തിൽ ആക്രമണങ്ങൾ വിനാശകരമായിരിക്കുമെന്നും ഇസ്രായേലി പ്രതിരോധ വിദഗ്ധർ പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്. ഒരേ സമയം ഇസ്രായേലും ഇറാനുമായും ഇസ്രായേൽ അമേരിക്കയുമായും സംഘടിത ശക്തിയാകാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ ഇത് എന്നും സംശയിക്കാം. ഇസ്രായേൽ ഒന്ന് തുനിഞ്ഞിറങ്ങിയത് ഇസ്രായേലിന് വേണ്ടി മാത്രമായിരുന്നില്ല, ജൂതന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് ലോക സമാധാനത്തിന് വേണ്ടിയായിരുന്നു. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും സമാധാനത്തിന് വേണ്ടി ഹമാസിനെയും ഹൂതികളെയും ഹിസ്ബുള്ളയെയും ഐസിസിനെയും ഒക്കെ തളയ്ക്കേണ്ടിയിരുന്നു. അതിനെ ഇസ്രായേൽ മുന്നിട്ടിറങ്ങിയപ്പോൾ മറ്റനേകം ലോകരാജ്യങ്ങൾ ഇസ്രായേലിന് കൈകൊടുത്ത പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി ഇസ്രായേലിന്റെ ഇരട്ടത്തിളക്കമായി. അങ്ങനെയാണ് ഇറാന്റെ സായുധ സംഘടനകളായ ഹമാസിനെയും ഹൂതികളെയും ഹിസ്ബുള്ളയെയും ഒക്കെ ഇസ്രായേൽ തളച്ചത്.
ഗാസ മുനമ്പിൽ നിന്നും പലസ്തീനികളെ കുടിയൊഴിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയിൽ എതിർപ്പുമായി അറബി ലീഗ് ഒരു ഭാഗത്തുണ്ട്. ഗാസയിൽ വെച്ച് റിസോർട്ട് തുടങ്ങാനുള്ള പദ്ധതി ട്രംപ് ആവർത്തിക്കുന്നതിനിടയിലാണ് അറബ് ലോകത്തിന്റെ എതിർപ്പും ശക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും പിന്തുണ ഉറപ്പിക്കാൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒന്നാണ് ജോർദാൻ. അതേസമയം ഗാസയെ വില കൊടുത്തു വാങ്ങാനല്ല പദ്ധതിയെന്നും US ഏറ്റെടുക്കുകയാണെന്നും അബ്ദുള്ള രാജാവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് പ്രതികരിച്ചു. ഗാസ പുനർനിർമ്മാണത്തിന് ശേഷം പലസ്തീനികൾക്ക് മടങ്ങി വരാം എന്ന മുൻ നിലപാട് തിരുത്തിയ ട്രംപ് ഈ ഭൂമി മിഡിൽ ഈസ്റ്റിലെ എല്ലാവർക്കും ഉള്ളതാണെന്ന് കൂടി കൂട്ടിച്ചേർത്തു. ശനിയാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ബന്ദികളെയും മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറി കടുത്ത യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ബന്ദികളുടെയും ഗാസയുടെയും വിഷയത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകൾക്ക് ഇസ്രായേൽ പിന്തുണ പ്രഖ്യാപിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശനിയാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ഇസ്രായേൽ ബന്ദികളെയും വിട്ടയക്കണമെന്ന ട്രംപിന്റെ അന്ത്യശാസനത്തിൽ ഇസ്രായേൽ ഭരണകൂടത്തിനും ആശങ്കയുണ്ട് എന്നാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് മനസ്സിലാകുന്നത്. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം ചേർന്ന ഇസ്രായേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് യോഗത്തിലും ഇത് സംബന്ധിച്ച ധാരണയിലെത്താൻ സാധിച്ചില്ല. വെടിനിർത്തൽ കരാർ അനുസരിച്ച് 3 ബന്ദികളെയാണ് ശനിയാഴ്ച വിട്ടയക്കേണ്ടത്. ഇതിന് പകരമായി പലസ്തീൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിക്കും. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും അടങ്ങുന്ന 33 ബന്ദികളിൽ 16 പേരെയും 5 തായ് വിനോദസഞ്ചാരികളെയും ഹമാസ് ഇതിനോടകം മോചിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെ ഘട്ടം ഘട്ടമായി മോചിപ്പിക്കാനാണ് വെടിനിർത്തൽ കരാറിന്റെ ധാരണ. ഹമാസ് തടവിലാക്കിയ മുഴുവൻ തടവുകാരെയും മോചിപ്പിക്കണമെന്നാണോ വെടിനിർത്തൽ കരാർ അനുസരിച്ചിട്ടുള്ള ബന്ദികളുടെ മോചനമാണോ ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്ന ആശങ്ക കുഴപ്പമുണ്ടെന്നും റിപ്പോർട്ടിൽ തുടരുന്നു. മേഖലയിൽ വീണ്ടും യുദ്ധഭീഷണി ശക്തമാകുന്നതിനിടയിൽ റിസർവ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സൈനികരെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഗാസ ഡിവിഷനിൽ ജോലി ചെയ്യുന്ന മുഴുവൻ പേരുടെയും അവധി റദ്ദാക്കി തിരിച്ചു വിളിച്ചത് മറ്റൊരു യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നതിന്റെ സൂചനയാണ് എന്നാണ് റിപ്പോർട്ട്. വെടിനിർത്തൽ കരാർ അവസാനിച്ചാൽ കരസേന, വ്യോമസേന, നാവികസേന മാർഗത്തിലൂടെ യുദ്ധം പുനരാരംഭിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ സൈന്യം നടത്തുന്നതായി ഇസ്രായേൽ വാർത്താമാധ്യമമായ കാൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ ആക്രമണം ഉണ്ടായാൽ നേരിടാൻ ഹമാസ് അംഗങ്ങളും തയ്യാറെടുക്കുന്നതായും ഇസ്രായേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിലുണ്ട്. അതിർത്തിയിൽ ജാഗ്രത പാലിക്കാൻ സൈനികർക്ക് നേരത്തെ തന്നെ ഇസ്രായേൽ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതേസമയം മേഖലയിൽ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയുള്ള സമാധാന ശ്രമങ്ങളും തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഖത്തറിൽ US, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് നേരത്തെ സമാധാന ചർച്ചകൾ നടന്നു വന്നിരുന്നത്. 2ാം ഘട്ട സമാധാന ചർച്ചകൾക്കായി 2 ദിവസം മുമ്പ് ഇസ്രായേൽ പ്രതിനിധികൾ ഖത്തറിലെത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ 33 ഇസ്രായേലികളെയും 2000 പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കാനാണ് ധാരണയെങ്കിൽ അടുത്ത ഘട്ടത്തിൽ ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം അടക്കമുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. എന്ത് വില കൊടുത്തും ഗാസയിൽ മറ്റൊരു യുദ്ധം ഉണ്ടാകുന്നത് തടയണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ തലവൻ അന്റോണിയോ ഗുട്ടറസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇരു കൂട്ടരും സമാധാന ശ്രമങ്ങളുമായി സഹകരിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഹമാസിന് അന്ത്യശാസനവുമായി ട്രംപ് അവതരിച്ചതോടുകൂടി ആകെ ഹമാസ് ഒന്ന് പേടിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ചയ്ക്കകം എല്ലാ ബന്ദികളെയും വിട്ടയച്ചിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകും എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്താണ് അർത്ഥമാക്കുന്നത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ, അവരും കാണാനിരിക്കുന്നതേ ഉള്ളൂ, ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഹമാസിന് വൈകാതെ തന്നെ മനസ്സിലാകും എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. വെടിനിർത്തൽ റദ്ദാക്കണോ എന്നത് തീരുമാനിക്കേണ്ടത് ഇസ്രായേലാണ്. എന്നാൽ താൻ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ ബന്ദികളെ വിട്ടയച്ചിട്ടില്ലെങ്കിൽ കരാർ റദ്ദാക്കുന്നതാണ് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. വൈറ്റ് ഹൌസിൽ പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ഒപ്പിടുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവന. ഗാസയിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ് എന്നാരോപിച്ച് ശനിയാഴ്ച നടക്കാനിരുന്ന ബന്ദി മോചനം മാറ്റിവെച്ചതായി ഹമാസ് വക്താവ് അറിയിച്ചിരുന്നു. വടക്കൻ ഗാസയിലേക്ക് മടങ്ങാൻ പലസ്തീനികളെ അനുവദിക്കുന്നതിലെ കാലതാമസം അവരെ വ്യോമാക്രമണം വഴി ലക്ഷ്യമിടുന്നുണ്ട്. മുനമ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന വെടിവെപ്പ്, മാനുഷിക സഹായം എത്തിക്കുന്നത് വൈകിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇസ്രായേലിനെതിരെ ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സിന്റെ വക്താവ് അബു ഉബൈദ നിരത്തിവെച്ചത്. ബന്ദിമോചനം വൈകിപ്പിക്കാനുള്ള ഹമാസ് തീരുമാനം വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണ ലംഘനമാണെന്നും ഇസ്രായേൽ സൈന്യത്തോട് അതീവ ജാഗ്രതയോടുകൂടി ഇരിക്കാനും താൻ നിർദ്ദേശം നൽകിയെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചു. ഘട്ടം ഘട്ടമായിട്ടാണ് ഹമാസ് ബന്ദികളെ വിട്ടയക്കുന്നത്. ട്രംപിന്റെ അന്ത്യശാസന പ്രകാരം എല്ലാ ബന്ദികളെയും ചൊവ്വാഴ്ചയ്ക്കകം വിട്ടയക്കണമെന്നാണ് ഗാസ വെടിനിർത്തലിൽ ട്രംപിന്റെ നിലപാട്. ഇത് കൂടുതൽ സങ്കീർണമാക്കുമെന്ന് മുതിർന്ന ഹമാസ് നേതാവ് സാമി അബൂ സുഹരി വാർത്താ ഏജൻസിയോട് പറഞ്ഞു. ഭീഷണിയുടെ ഭാഷയ്ക്ക് യാതൊരു വിലയുമില്ലെന്നും അത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്.